ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാ ഉണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നോ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ ഗ്രീറ്റിംഗ്സ്, ഫോർമാലിറ്റീസ് ആൻഡ് മാനേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അക്സെപ്റ്റൻസ് ആൻഡ് റിഫ്യൂസലിനെ കുറിച്ചാണ്. അതായത് സ്വീകരിക്കലും നിരസിക്കലും. ഓക്കെ, അപ്പം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ വേറെ വേർഡ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. അതായത് സ്വീകരിക്കുക, അല്ലെങ്കിൽ സമ്മതിക്കുക, അല്ലെങ്കിൽ അംഗീകരിക്കുക എന്നുള്ളതിൻ്റെ എങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അക്സെപ്റ്റ്, അഡ്മിറ്റ്, എഗ്രി, കൺസെൻറ്റ്, അപ്രൂവ് ഓഫ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് എന്താ മീനിങ് ആണ്? സ്വീകരിക്കുക അല്ലെങ്കിൽ സമ്മതിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക എന്നുള്ളൊരു യോജിക്കുക എന്നുള്ള മീനിങ് ഒക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുകയാണ് അക്സെപ്റ്റ്, സ്വീകരിക്കുക. അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, പ്ലീസ് അക്സെപ്റ്റ് ദിസ് മണി, അല്ലേ, ഈ പണം സ്വീകരിച്ചാലും. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുന്നത്, അവൾ അയാളുടെ അഭിപ്രായം സ്വീകരിച്ചു. അപ്പോൾ നമുക്കതെങ്ങനെ പറയാം? ഷീ അക്സെപ്റ്റഡ് ഹിസ് പ്രപ്പോസൽ. ഓക്കെ, ഷീ അക്സെപ്റ്റഡ് ഹിസ് പ്രപ്പോസൽ. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ക്ഷമാപണം സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ എങ്ങനെയാ? വി അക്സെപ്റ്റ് യുവർ അപ്പോളജി, അല്ലേ, വി അക്സെപ്റ്റ് യുവർ അപ്പോളജി. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് അഡ്മിറ്റ്. അഡ്മിറ്റിന് ഏത് മീനിങ് തന്നെയാണ്? സെയിം, സമ്മതിക്കുക, അംഗീകരിക്കുക അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുക, ആ മീനിങ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം? വി കനോട്ട് അഡ്മിറ്റ് യുവർ ക്ലെയിം എന്ന് വെച്ചാൽ എന്താണ്? വി കനോട്ട് അഡ്മിറ്റ് യുവർ ക്ലെയിം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല, അല്ലേ, വി കനോട്ട് അഡ്മിറ്റ് യുവർ ക്ലെയിം. അല്ലെന്നുണ്ടെങ്കിൽ ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു, അല്ലെങ്കിൽ ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അഡ്മിറ്റിന് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് എഗ്രി. എഗ്രി എന്ന് വെച്ചാൽ എന്താ? സമ്മതിക്കുക അല്ലെങ്കിൽ യോജിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഡസ് ഹി എഗ്രി ടു ദിസ് ഡിസിഷൻ എന്ന് വെച്ചാൽ എന്താ? ഡസ് ഹി എഗ്രി ടു ദിസ് ഡിസിഷൻ, ഈ തീരുമാനത്തോടെ അദ്ദേഹം യോജിക്കുന്നുണ്ടോ, അല്ലേ? ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരെണ്ണം ചോദിക്കുകയാണ്, താങ്കൾ എന്നോട് യോജിക്കുന്നുവോ? അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഡു യു എഗ്രി വിത്ത് മീ? ഓക്കെ, നെക്സ്റ്റ് ഇനി സംസാരിക്കുന്നത് കൺസെൻറ്റ്. കൺസെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? സമ്മതിക്കുക. കൺസെൻറ്റ് എന്ന് വെച്ചാലും സമ്മതിക്കുക എന്നുള്ള മീനിങ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അദ്ദേഹം നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പറയാം? ഹി ഹാസ് കൈൻഡ്ലി കൺസെൻറ്റഡ് ടു ഇനാഗുറേറ്റ് ദി മീറ്റിംഗ്. ഇനി നമുക്ക് അടുത്തത് വരുന്നത് അപ്രൂവ് ഓഫ് എന്ന് പറഞ്ഞാലും എന്താണ്? അംഗീകരിക്കുക എന്നുള്ള സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. അപ്രൂവ് ചെയ്തു, ഹി അപ്രൂവ്ഡ് യുവർ റിക്വസ്റ്റ്. നിന്റെ റിക്വസ്റ്റ്, അല്ലെങ്കിൽ നിന്റെ റിക്വസ്റ്റ് എന്താ ചെയ്തു? അദ്ദേഹം അപ്രൂവ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് വേറെ പറയാം, ഹെർ ഫാദർ ഡിഡ് നോട്ട് അപ്രൂവ് ഓഫ് ഹെർ മാരേജ് ടു ഹിം. അയാളുമാരുള്ള അവളുടെ വിവാഹത്തിന് അവളുടെ അച്ഛൻ എന്ത് ചെയ്തില്ല? സമ്മതിച്ചില്ല, അല്ലേ? ഹെർ ഫാദർ ഡിഡ് നോട്ട് അപ്രൂവ് ഓഫ് ഹെർ മാരേജ് ടു ഹിം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ പറയുന്നത് ഡിക്ലൈൻ അല്ലെങ്കിൽ റെഫ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? നിരാകരിക്കുക അല്ലെങ്കിൽ നിരസിക്കുക, അല്ലേ, അല്ലെങ്കിൽ വിസമ്മതിക്കുക. അതിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിക്ലൈൻ ചെയ്യാന്നുള്ള എന്ന് വെച്ചാൽ എന്താണ് ഞാൻ പറഞ്ഞത്? നിരാകരിക്കുക. അപ്പോൾ അതിന് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അവരുടെ പരിപാടികൾ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യാൻ വിസമ്മതിച്ചു, അല്ലെങ്കിൽ ദേ ഡിക്ലൈൻഡ് ടു ഡിസ്കസ് ദെയർ പ്ലാൻസ് വിത്ത് ഹിം, അല്ലേ? ദേ ഡിക്ലൈൻഡ്, അവരുമായിട്ട് അവരുടെ പരിപാടികളും അദ്ദേഹവുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അവർ വിസമ്മതിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദേ ഡിക്ലൈൻഡ് ടു ഡിസ്കസ് ദെയർ പ്ലാൻസ് വിത്ത് ഹിം. ഓക്കെ, അപ്പം അതാണ് അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് റെഫ്യൂസ്. റെഫ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? നിരസിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വിസമ്മതിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പെർമിഷൻ ചോദിക്കുകയാണ്, അപ്പം നമുക്ക് പെർമിഷൻ കിട്ടിയില്ല, അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയാം? ദ റെഫ്യൂസ്ഡ് ഹിം പെർമിഷൻ. അദ്ദേഹത്തിന് ഇപ്പോൾ എവിടെയെങ്കിലും നമുക്ക് പെർമിഷൻ കിട്ടാതെ വരുമ്പോൾ ദ റെഫ്യൂസ് ടു ഗീവ് പെർമിഷൻ. അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ അനുവദിക്കുന്നില്ല, വിസമ്മതിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പം ഹി റെഫ്യൂസ് ടു ഹെൽപ്പ് ഹെർ, അല്ലേ? അവളെ സഹായിക്കാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അല്ലെങ്കിൽ അയാൾ വിസമ്മതിച്ചു. അങ്ങനെ നമുക്ക് പറയാം ഹി റെഫ്യൂസ് ടു ഹെൽപ്പ് ഹെർ എന്ന് പറയാം.
ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അക്സെപ്റ്റൻസും റെഫ്യൂസലും ആണ് ഇന്ന് പഠിച്ചത്. അപ്പോൾ അക്സെപ്റ്റൻസിൻ്റെ ഏതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അക്സെപ്റ്റ്, അഡ്മിറ്റ്, എഗ്രി, കൺസെന്റ് ആൻഡ് അപ്രൂവ് ഓഫ്. ഇനി റെഫ്യൂസലിന് വേണ്ടി നമുക്ക് ഡിക്ലൈൻ, റെഫ്യൂസ്, ഇങ്ങനെ 2 വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.